ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നവീൻ ഒരു സ്വാമിയുടെ വേഷം കെട്ടി കല്യാണി കല്യാണി എന്നൊക്കെ വിളിച്ചു കൊടുത്തിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് വരുന്ന സമയത്തിന് ശ്രുതിയും ആകെ അങ്ങനെ അമ്പരന്ന് നിൽക്കാണ്. ഈ കല്യാണി നക്ഷത്രം നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് താണ്ഡവമാടുന്നുണ്ട് എന്നും അത് നിങ്ങളെ വലിയ ഉയരങ്ങളിൽ എത്തിക്കുമെന്നും സ്വാമി അങ്ങ് തട്ടിവിടുമ്പോൾ ശ്രുതിക്ക് വലിയ സന്തോഷമാവും. നവീൻ ശ്രുതിയെ നല്ലോണം അങ്ങ് സോപ്പിടാൻ വേണ്ടി നിങ്ങൾ കണ്ട വലിയൊരു ബിസിനസ്സുകാരനാണെന്ന് തോന്നുമല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതി അത് ശരിയാണെന്നും സമ്മതിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഇപ്പൊ അമ്പലത്തിൽ വന്നത് എന്ന് സ്വാമി ചോദിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ശ്രുതി പറയും. അന്നേരം നവീൻ അവരെ അങ്ങ് കളിയാക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ വന്നതല്ല എന്നും ഒരാളെ അന്വേഷിച്ചു വന്നതാണെന്നും ശ്രുതി പറയുമ്പോൾ നിങ്ങളുടെ പേര് ശ്രുതി എന്നല്ലേ എന്ന് സ്വാമി ചോദിക്കും. ഇത് കേട്ടപ്പോൾ ശ്രുതി ആകെ ഞെട്ടിപ്പോയി. എന്റെ പേര് വരെ അറിയാവുന്ന ഈ സ്വാമി ഏതോ വലിയ ആളാണെന്ന് അയാളങ്ങ് വിശ്വസിച്ചു. നിങ്ങളുടെ ചരിത്രവും ഭാര്യയെ പറ്റിയിട്ടെല്ലാം എനിക്ക് ജ്ഞാനവീക്ഷണം വഴി എല്ലാം അറിയാമെന്നും നിങ്ങൾ അന്വേഷിച്ചു വന്ന ആള് കുറച്ചു മുൻപ് ഇവിടെ ഉണ്ടായിരുന്നുവെന്നും സ്വാമി പറഞ്ഞു. ശ്രുതി അവിടെ നിന്നും മാറാൻ നോക്കിയെങ്കിലും ശ്രുതി വിട്ടുകൊടുത്തില്ല. ശ്രുതി എന്ന് പേരുള്ള ഒരാൾ വരുമ്പോൾ ഈ കത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ നിന്ന് പോയത് എന്ന് പറഞ്ഞ് നവീൻ തന്റെ ബാഗിൽ നിന്നും ഒരു ലെറ്റർ എടുത്ത് ശ്രുതിക്ക് കൊടുത്തു. ശ്രുതി ആ കത്ത് തുറന്ന് വായിച്ചു. ശ്രുതി, ഞാൻ അയച്ച കത്തുകൾ കണ്ട് നീ പേടിച്ചോ? നിന്റെ ഭയമാണ് എന്നെ ജീവിപ്പിക്കുന്നത്. എന്റെ പേര് ഒരു സ്വാമിമാരുടെ പേരാണെന്ന് ആ ഒരു ലെറ്ററിലൂടെ കൊടുത്തിന് നവീൻ ഒരു ക്ലൂ ഇട്ട് കൊടുത്തു. അത് കേട്ടപ്പോൾ സച്ചിദാനന്ദ സ്വാമി എന്ന പേര് പൈലി പറഞ്ഞതും ഇത് സച്ചിയുടെ പണിയാണെന്ന് ശ്രുതി അങ്ങ് ഉറപ്പിച്ചു. സച്ചിയുടെ ഫോട്ടോ സ്വാമിക്ക് കാണിച്ചു കൊടുത്തപ്പോൾ തന്റെ പഴയ പക തീർക്കാൻ വേണ്ടിയിട്ട് നവീൻ ദാസ് ആവത് അയാൾ തന്നെയാണെന്ന് സച്ചി തന്നെയാണെന്ന് അങ്ങ് കള്ളം പറഞ്ഞു. സച്ചിയെ ഇപ്പൊ തന്നെ വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കുമെന്ന് ശ്രുതി ദേഷ്യത്തോടെ തന്നെ പറഞ്ഞുകൊണ്ട് അമ്പലത്തിൽ നിന്നും ഇറങ്ങി. 5 ലക്ഷം രൂപ കിട്ടുന്നതുവരെ ഇതുപോലുള്ള കളികൾ കാണണമെന്ന് നവീൻ ദാസ് മനസ്സിൽ കരുതി. ശ്രുതി നേരെ ചന്ദ്രോദയത്തിലേക്ക് തുള്ളിച്ചാടി അങ്ങ് കയറി ചെല്ലാണ്. സച്ചി ആയിരിക്കില്ല എന്ന് ശ്രുതി പറഞ്ഞു നോക്കിയെങ്കിലും സ്വന്തം ചേട്ടനെ ഭീഷണിപ്പെടുത്തുന്ന അവനെ ഇന്ന് തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് ശ്രുതി ഉറപ്പിച്ചു പറഞ്ഞു. പൈലിയോട് അവന്റെ കയ്യോ കാലോ തല്ലിയെടുക്കാൻ വേണ്ടി ശ്രുതി ഓർഡർ കൊടുത്തു. വീട്ടിലെത്തിയ ശ്രുതിയുടെ ബഹളം കേട്ട് ചന്ദ്രമതി ഓടി വന്നു. കൂടെയുണ്ട ഗുണ്ടകളെ കണ്ടുകൊണ്ട് തന്നെ ചന്ദ്രമതി അത്ഭുതപ്പെട്ടു. ശ്രുതി തന്റെ ബോഡി ഗാർഡ്സ് ആണെന്ന് പൈലിയെ പരിചയപ്പെടുത്തി. ഇത്രയും നാൾ തനിക്ക് ഊമക്കത്തയച്ച സച്ചിയാണെന്ന് ശ്രുതി വെളിപ്പെടുത്തുമ്പോൾ ചന്ദ്രമതിയും രവീന്ദ്രനും ആകെ പേടിച്ചു പോവാണ്. രേവതിയോട് നിന്റെ ഭർത്താവിന്റെ പണിയാണോ ഇത് എന്നിങ്ങനെ ചന്ദ്രമതി ചോദിച്ച് തട്ടിക്കയറി. കത്തയക്കാൻ അവന് ഫോണില്ലേ എന്ന് രവീന്ദ്രൻ ചോദിച്ചുവെങ്കിലും ചന്ദ്രമതി വിട്ടുകൊടുത്തില്ല. ശ്രുതിക്ക് ജീവന് ഭയമുണ്ടെന്നും സച്ചി കാരണമാണ് താൻ ഇങ്ങനെ ഓരോ കളർ ഷർട്ട് ഇട്ട് നടക്കുന്നത് എന്നും അയാൾ പറഞ്ഞു. 2ാമത്തെ കത്തിൽ അമ്മക്ക് ഹാർട്ട് അറ്റാക്ക് വരുമെന്നും ശ്രീകാന്ത് ഒരു കൊലയാളിയാകുമെന്നും താൻ ആത്മഹത്യ ചെയ്യുമെന്നും എഴുതിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ശ്രുതി പറയും. ഇതൊക്കെ കേട്ട് എല്ലാവരും ഞെട്ടി. സച്ചിയേട്ടൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് രേവതി വാദിച്ചു. എന്നാൽ ശ്രുതിയുടെ വളർച്ചയിൽ അസൂയ മൂത്തുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചന്ദ്രമതി ഉറപ്പിച്ചു പറയാണ്. രേവതിയെയും സച്ചിയെയും വീട്ടിൽ നിന്നും ഇറക്കി വിടുമെന്ന് ചന്ദ്രമതി പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അമ്പലത്തിൽ സ്വാമി പറഞ്ഞത് കേട്ടിട്ടാണ് ശ്രുതി ഇത് ഉറപ്പിച്ചത്. സച്ചിയേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രുതിയെ തല്ലുമെന്ന് രേവതി പറഞ്ഞപ്പോൾ ശ്രുതി ഒന്ന് ഭയന്നു. സച്ചിയേട്ടനെ കൂട്ടി ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു കൊടുത്തതിന് രേവതി നേരെ അവിടെ നിന്നു പോയി. സച്ചിയാണെങ്കിൽ ഗേറ്റിലെത്തിയപ്പോൾ തന്നെ രേവതി കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു കൊടുത്തു. ചേട്ടന്റെ കടയിലേക്ക് വന്ന ഊമക്കത്തിനെ പറ്റിയിട്ടും സച്ചിയാണ് ഇതെല്ലാം തന്നെ അയച്ചത് എന്ന് ശ്രുതി വിശ്വസിക്കുന്ന കാര്യമെല്ലാം തന്നെ രേവതി സച്ചിക്ക് പറഞ്ഞു കൊടുക്കാണ്. അന്നേരം സച്ചി ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്ത്, ഞാനോ? ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ച് സച്ചി വല്ലാതെ ദേഷ്യം വരും. സമാധാനത്തോടെ ഇരിക്കണമെന്ന് രേവതി പറഞ്ഞുവെങ്കിലും സച്ചി അതൊന്നും തന്നെ കേട്ടില്ല. കുറെ നാളായി എന്റെ കയ്യിൽ നിന്ന് കിട്ടാതെ അവന് ഉറക്കം വരുന്നില്ല. അവന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇന്ന് തന്നെ ഞാൻ തീർത്തു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കട്ടോ സച്ചി നേരെ വീടിനകത്തേക്ക് കയറി വരുന്നത്. അങ്ങനെ സച്ചി ഇതെല്ലാം കേട്ട് കലിതുള്ളി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഹാളിൽ വലിയൊരു യുദ്ധക്കളം തന്നെ ഒരുങ്ങിക്കിടക്കുകയായിരുന്നു. സച്ചിയെ കണ്ടതോടുകൂടി തന്നെ ശ്രുതി ഭയന്നോടി പൈലിയുടെ പുറകിലേക്ക് ഒളിച്ചു. ചന്ദ്രമതിയും രവീന്ദ്രനും അമ്പരന്ന് നിൽക്കുമ്പോൾ സച്ചി നേരെ ചെന്ന് പൈലിയുടെ മുഖത്തേക്ക് നോക്കി അങ്ങ് ആക്രോശിച്ചു. സച്ചി ഓരോ ചുവടും മുന്നോട്ട് വെക്കുമ്പോൾ ശ്രുതി പേടിച്ചു വിറച്ച് പൈലിയുടെ ഷർട്ടിൽ അങ്ങ് മുറുകെ പിടിക്കുന്നുണ്ട്. എടാ ഓട്ടക്കാരാ, നിനക്ക് എന്നെ പറ്റിയിട്ട് ഇത്രയുള്ള വിചാരം? സച്ചി ഗർജിക്കുമ്പോൾ പൈലി തടയാൻ നോക്കിയെങ്കിലും സച്ചി അവനെ ഒരൊറ്റ തള്ളങ്ങ് തള്ളി മാറ്റി. സച്ചിയുടെ കണ്ണിലെ കലിപ്പ് കണ്ട് ചന്ദ്രമതി ഇടയിൽ കയറിയങ്ങ് നിന്നു. സച്ചി, നീ ഇവനെ തൊട്ടു പോകരുത്. കത്തയച്ച് പേടിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടാണോ നീ ഇപ്പൊ ഇവനെ തല്ലാൻ വരുന്നത് എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ സച്ചി അങ്ങ് പൊട്ടിത്തെറിച്ചു. ഈ വക ഊമക്കത്ത് പരിപാടിയൊന്നും സച്ചിയുടെ ഡിക്ഷണറിയിൽ ഇല്ല എന്ന് നിങ്ങൾക്കറിയുന്നതല്ലേ അമ്മേ? എന്തെങ്കിലും ഒരു സ്വാമി പറഞ്ഞു എന്ന് കേട്ട ഉടനെ തന്നെ അത് വിശ്വസിച്ച് സ്വന്തം അനിയനെ പുറത്താക്കാൻ നോക്കുന്ന നിങ്ങളുടെ ഈ ഒരു ബുദ്ധി ഉണ്ടല്ലോ, അതോർത്ത് എനിക്ക് സഹതാപം തോന്നുന്നു. രേവതി ഈ സമയം സച്ചിയുടെ കൈ പിടിച്ച് ശാന്തനാക്കാൻ ശ്രമിച്ചു. സച്ചിയേട്ടാ, ഇതാരോ മനഃപൂർവ്വം ഉണ്ടാക്കിക്കഴിഞ്ഞ ഒരു കെണിയാണ്. നമ്മൾ സംയമനം പാലിക്കണമെന്ന് രേവതി പറയുമ്പോൾ ശ്രുതിയും അതിനോട് തന്നെ യോജിച്ചു. ശ്രുതി പതുക്കെ ശ്രുതിയോട് അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്. ശ്രുതി, സച്ചി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. നമുക്ക് ആ സ്വാമി പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് പരിശോധിക്കണമെന്ന് പറയാണ് ശ്രുതി. എന്നാൽ ശ്രുതി അത് കേൾക്കാൻ പോലും തയ്യാറായില്ല. സ്വാമി ഒരിക്കലും നുണ പറയില്ല. എന്റെ ഫോണിൽ സച്ചിയുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ സ്വാമി അയാളെ തിരിച്ചറിഞ്ഞതാണ് എന്ന് ശ്രുതി വാശി പിടിച്ച് പറയാണ്.
അപ്പോഴാണ് ശ്രീകാന്ത് പതുക്കെ ആ ഒരു ലെറ്റർ കൂടി ഒന്ന് പരിശോധിക്കുന്നത്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മലയാളം വാക്കുകളും ശൈലിയും സച്ചിയുടേതല്ല എന്ന് അവന് തോന്നി. അച്ഛാ, ഇത് നോക്ക്, സച്ചിയേട്ടൻ ഇങ്ങനെയുള്ള വലിയ പ്രയോഗങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാറില്ലല്ലോ. ശ്രീകാന്ത് അത് ചൂണ്ടിക്കാട്ടിയപ്പോൾ രവീന്ദ്രനും ആ ഒരു കത്ത് വാങ്ങിച്ചു നോക്കി. സംശയം തോന്നിയ സച്ചി പെട്ടെന്ന് ഒരു തീരുമാനമെടുത്തു. ആ സ്വാമി എവിടെയാണെന്ന് പറ, നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് പോവാം. അവൻ എന്റെ മുഖത്ത് നോക്കിയിട്ട് നേരിട്ട് പറയട്ടെ ഞാനാണ് ആ കത്ത് കൊടുത്തത് എന്നൊക്കെ പറയണ്ട സച്ചി. സച്ചിയുടെ ആത്മവിശ്വാസം കണ്ടപ്പോൾ ചന്ദ്രമതിയുടെയും സുധിയുടെയും ഉള്ളൊന്ന് പാളി. സച്ചി പലിയെ നോക്കി പറഞ്ഞു, എടാ ബോഡി ഗാർഡെ, വണ്ടി എടുക്ക്, അമ്പലത്തിലേക്ക് തന്നെ നമുക്ക് പോവാം. എല്ലാവരും ചേർന്ന് അങ്ങനെ അമ്പലത്തിലേക്ക് തിരിച്ചു. എന്നാൽ അവരെല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ നവീൻ ദാസ് വേഷം മാറി സ്ഥലം വിടാനുള്ള ഒരുക്കത്തിലായിരുന്നു. സച്ചി അവനെ പിടികൂടി. മുഖത്ത് താടിയും മീശയും എല്ലാം തന്നെ വലിച്ചു കീറിയപ്പോഴാണ് അത് നവീനാണ് എന്ന കാര്യം സുധിക്കും എല്ലാവർക്കും മനസ്സിലായത്. എടാ, നീ ആയിരുന്നു എന്റെ ഉറക്കം കളഞ്ഞ കള്ളസ്വാമി എന്ന് സുധി പറഞ്ഞ്. സുധി നേരെ നവീനെ പിടിച്ചു കുലുക്കുമ്പോൾ നവീൻ പേടിച്ചു വിളറി. എല്ലാ സത്യവും വിളിച്ചു പറയാണ്. സച്ചി നല്ലോണം ഇട്ടങ്ങ് പെരുമാറുന്നതോടുകൂടി സുധിയെ പറ്റിച്ചുകൊണ്ട് പണം തട്ടാനായിരുന്നു അവന്റെ പ്ലാന് എന്നെല്ലാം തന്നെ നവീൻ സമ്മതിച്ചു. എന്നാൽ ഈ സത്യമെല്ലാം പുറത്തു വന്നതോടുകൂടി തന്നെ സുധി സച്ചിയോട് മാപ്പ് പറയുന്നുണ്ടെങ്കിലും പിന്നീട് അവിടെ ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽഡ് എപ്പിസോഡ് നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.